പറയണ്ടെന്ന് നമ്മൾ വിചാരിക്കും, നമ്മളെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങുള്ളൂ. ഇപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒരു ഇൻ്റർവ്യൂ ആക്കി മാറ്റി അതിനുള്ള ഉത്തരം കൊടുക്കുന്ന രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തം ഭർത്താവ് കൊല്ലം സുധി ലൈവായിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയണം, മാനസിക പ്രോബ്ലം ഉണ്ട് എൻ്റെ വൈഫിന്, അതിന് മരുന്ന് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അതിന് മറുപടി തരുന്നില്ല? പറയൂ, അതിനുള്ള ഉത്തരം പറയാം. അത് പറയാതിരിക്കും. ദയാച്ചുവിന്റെ ചോദ്യമാണ്. അതായത് എന്തേ കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് കിട്ടിക്കഴിഞ്ഞാലും പോയിട്ട് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവരെ വിളിക്കാൻ ആരെ ഇന്റർവ്യൂ എടുക്കുന്ന കുറെ ടീമുകളുണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് പറയും, അയ്യോ ഇവിടെ ഇന്റർവ്യൂ റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നിമിഷം തന്നെ രേണു ഇന്റർവ്യൂ കൊടുക്കും എന്നുള്ളതാണ്. ദയാച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുവിന് മാനസിക പ്രശ്നമുണ്ട്, ഇല്ലേ ഡിപ്രഷൻ ഉണ്ട് എന്ന് സുധി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള മരുന്നും കഴിക്കുന്നുണ്ട്. അത് രേണുവിന് ഒരു മറുപടി എന്നുള്ള നിലയിൽ ഇനി രേണുവിനെ ഞാനൊന്നും പറയില്ല എന്നുള്ള തരത്തിൽ ദയാച്ചു കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് അതിന് മറുപടി തരാത്തത്? അത് മാത്രവുമല്ല, പല കാര്യങ്ങളും ദയാച്ചു പറയുന്നുണ്ട്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇതിൽ സംസാരിക്കാനുണ്ട്. കാരണം ഇപ്പോഴും നിങ്ങൾക്കറിയാലോ, ഈ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ മാത്രം, നെഗറ്റീവ് മാത്രം മതി എന്നുള്ള തരത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് എങ്ങനെ ഫേമസ് ആകാം എന്ന് നോക്കി നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും വിമർശിക്കുന്നുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ദയാച്ചു. അപ്പോൾ ഏതായാലും അവരുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ഇപ്പൊ ഞാൻ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ നായകന് വാരി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴേ വന്നു ഒരു ഇന്റർവ്യൂ. അതും സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം, ഓർമ്മ ദിവസം തന്നെ വന്നിട്ട് അങ്ങോട്ട് ഊട്ടി കൊടുക്കണോ ഇങ്ങോട്ട് ഊട്ടി കൊടുക്കണോ, എൻ്റെ ഭഗവാനെ ഒന്നും കാണാൻ വയ്യ. എന്നിട്ട് അതിനൊരു ഇൻ്റർവ്യൂ, എന്നിട്ട് ആ പ്രതീഷിൻ്റെ ഭാര്യനെ കൊണ്ടൊരു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പറയുന്ന രേണുവിൻ്റെ അശ്ലീല ചാറ്റുകൾ കാരണമാണ് എൻ്റെ കുടുംബജീവിതം, ഞാൻ സുധിച്ചേട്ടനുമായിട്ടുള്ള കുടുംബജീവിതം തകർന്നത് എന്ന് വന്ന് മുഖം കാണിക്കാതെ ആ കുട്ടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടതാണ്. അതിന് വന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പറഞ്ഞ് പൊക്കി പിടിച്ച് 50 രൂപയുടെ മുദ്രപത്രം കൊണ്ടുവന്നിട്ട് അവിടെ വെളുപ്പിച്ചു. ഓക്കെ, അതും അതിനുള്ള മറുപടി കൊടുത്തു. ഇതിനെന്താണ് ഈ പറയുന്ന രേണു മറുപടി തരാത്തത്? അത് ദയാച്ചു പറയുന്ന കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം തന്നെ മറ്റൊരുത്തിന് വാരി കൊടുക്കുക, ഇനി എന്തിന്റെ പേരിലായി കഴിഞ്ഞാലും ശരി, അത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. നമ്മളെല്ലാവരും കണ്ടതാണ് അന്ന് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ചില ആൾക്കാർ വന്നിട്ട് ഡാൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സെലിബ്രേഷൻ, അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു നടന്നത്. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് കൃത്യമായിട്ട് ബോധമുണ്ട്. അതാരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾക്ക് രേണു മറുപടി തരുന്നില്ല. അതാണ് ഈ അച്ചു പറയുന്നത്. ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാര്യമുണ്ട്, അതും കൂടി കേട്ടിട്ട് വരാം. എന്റെ ഭർത്താവ് കള്ളം പറഞ്ഞു എന്ന് വന്നിട്ട് പറയായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഒന്നുമില്ല, എന്റെ ഭർത്താവ് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ എന്ത് കൊടുക്കുന്നില്ല? എന്താ വായല്ല അണ്ണാക്കിൽ പിരിവെട്ടി കിടക്കുവാണോ? എല്ലാത്തിനും ഏത് ബാഡ് കമന്റ് ഇട്ടാലും പുള്ളിക്കാരി പറയും എനിക്ക് എല്ലാം പൂമാലയാണെന്ന്. എന്നിട്ട് വന്നിട്ട് നന്നായിട്ട് പ്രതികരിച്ച് അതിനൊരു ഇന്റർവ്യൂ ആക്കുന്ന രേണു എന്ന ആ ആൾക്ക് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല? പറയൂ. എന്താ ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് മിസ്സാവും എന്ന് പറഞ്ഞിട്ടാണോ ഇത് അടച്ചു പിടിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല, പറയണം. അല്ലെങ്കിൽ ഇത് എൻ്റെ ഭർത്താവ് നുണ പറഞ്ഞതാണ്, അന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കള്ളം പറഞ്ഞതാണ് എന്ന് വന്നിട്ട് പറയണേ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് വന്നിട്ട് പറയണേ. എന്താ ഈ വീഡിയോ ആരും കണ്ടില്ലേ? ഇതും കണ്ടു കാണും. പ്രതീഷിന് വാരിക്കൊടുത്ത വീഡിയോ കാണാനിടയായി അതിനൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുന്ന രേണുവിന് ഈ വീഡിയോ കണ്ടു കാണും. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പം മക്കളെ, ഇതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ട്. അതേപോലെ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു വലിയ വീടൊക്കെ കാണിച്ചിട്ട് അതിന് ഇത്ര മുടക്കിയ ഇത്ര കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഈ പറയുന്ന പ്രതീഷും ഈ പറയുന്ന രേണുവും കൊണ്ടുവന്നിട്ട് മുക്കി
അത് പോലീസ് കേസാവോ എന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് തൂറി മെഴുകിയിട്ട് മുക്കി. അതിനെ പറ്റിയിട്ട് എന്താ ഇന്റർവ്യൂ പറയാത്തത്? എന്താ മോളെ, പോലീസ് പൊക്കുന്നു വിചാരിച്ചോ? നിയമപാലകർ നന്നായിട്ട് നിയമം കയ്യിലെടുത്ത് നന്നായിട്ട് താങ്ങുന്നു, പേടിച്ച് വിറച്ച് മുട്ടുകാല് വിറച്ചോ? അതിനെ പറ്റിയിട്ടൊന്നും ഇന്റർവ്യൂ കാണില്ല. ആ വീഡിയോ ഒക്കെ മുക്കിയിട്ട് ഓടി കണ്ടം വഴി ഓടിയല്ലോ. അതിനൊരു മാപ്പേ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചായ കൊടുക്കാൻ വേണ്ടി ചായ എന്ന് പറയുന്ന പോലെ പ്രതീക്ഷ വന്ന് മാപ്പ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ കോപ്പുകളെ. നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കുന്ന ഒരു പറ്റിയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലോട്ടറി ടിക്കറ്റിൽ മീൻ പിടിക്കാൻ പോയ രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അടിക്കുട എടുത്തിട്ട് ഞൂഞ്ഞു എടുത്തിട്ട് എടുക്കണതും, എന്നിട്ട് അവരിന്റെ ആൾക്കാർക്ക് വിന്നറാകാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വീണതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പതാ ഒരു വീടുണ്ട്, അതിന് ഇത്ര മുടക്കും അത്ര മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആടൊക്കെ ചെയ്തിട്ട് ആ ആട് എന്ത് ചെയ്യും? മുക്കിയ കള്ളികളും കള്ളന്മാരും കൂടിയിട്ട് ചേർന്ന് ഡിപ്രഷനാണെന്ന് ഭർത്താവ് പറഞ്ഞു. അത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്ന് പറഞ്ഞ് വലിയ പരിഗണന കൊടുക്കണം. ഡിപ്രഷൻ മരുന്ന് കഴിക്കുമ്പോൾ അപ്പൊക്കെ മാറും. ബാക്കിയുള്ള സമയങ്ങളൊക്കെ നല്ല തെളിവായിട്ട് തന്നെയാണ് രേണു ഇരിക്കുന്നത്. കള്ളത്തരങ്ങൾ ചെയ്യുമ്പം മര്യാദയ്ക്കാണ്. അതിന് നല്ലോണം നാട്ടുകാരിൽ നിന്ന് പൊങ്കാലിട്ടു. ആ വീഡിയോ എന്തിനു മുക്കി? അതിനെ പറ്റിയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടില്ലല്ലോ. കള്ളന്മാരും കള്ളികളും കൂടിയിട്ട് കുറെ ഗജവനാവ് ഇട്ടിട്ട് പാരിട്ട് നാട്ടുകാരൻ്റെ ഞം അടിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഇപ്പൊ കുറെ ട്രോഫി അവാർഡ് എന്തിനാണാവോ ഇതൊക്കെ കൊടുക്കണമെന്ന് എനിക്കറിയുന്നില്ല. എന്താണ് അതിനൊരു അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ ഞാനിപ്പോൾ പറയുന്നില്ല, അതാണെന്ന് പറഞ്ഞ് അത് സമ്മതിച്ചുകൊണ്ട് ഈ ഗുളികകളും മരുന്നുകളൊക്കെ അവിടെ ഇന്റർവ്യൂവിൽ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് അതിന് ഒരക്ഷരം ഈ പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തി, ഞാൻ സുധിച്ചേട്ടന്റെ പേര് ഇനി രേണുവിന്റെ കൂടെ ഞാൻ വലിച്ചടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവ് മരിച്ചിട്ട് ആ ഭർത്താവിന്റെ പേര് വെച്ച് നേട്ടം കിട്ടിയ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഒരാളുണ്ടെങ്കിൽ അത് ഈ രേണു മാത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി രേണുവിന്റെ കൂടെ ആ സുധി എന്ന് പറയുന്ന പേര് ഞാൻ ഇഴത്തില്ല. പുള്ളിക്കാരി ആ ഒരു കാര്യത്തിൽ. എന്നിട്ട് ഈ ഇടയ്ക്കങ്ങാണ്ട് നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ നോക്കിയോ? നിങ്ങൾ എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കണ്ടോ? നിങ്ങൾ എനിക്ക് എന്താണ് നിങ്ങൾ എന്ന് പറയണോ? അപ്പൊ ഈ പൊതു ജനങ്ങള് ഈ പറയുന്ന രേണുവിന് ഒരു സഹായം ചെയ്തു കൊടുത്തില്ലേ? വീട് വെച്ച് കൊടുത്തില്ലേ? അതൊരു സഹായമല്ലേ? അതെന്താ പറയാത്തത്? വീട് എന്താ തന്നെ പൊട്ടിമുളച്ച ഉണ്ടായതാണോ ഈ വീട്? അന്നത്തെ ആ കരച്ചിലും കണ്ണീരും കണ്ടു കഴിഞ്ഞ നാട്ടുകാർ മുഴുവൻ എല്ലാവരും കൂടി ഒത്തുതീർന്നിട്ടല്ലേ നിങ്ങൾക്ക് ഒരു വീട് കിട്ടിയത്? നിങ്ങളുടെ സഹതാപവും അന്ന് നിങ്ങൾ ചുരിദാറും അന്ന് നിങ്ങൾ ഭയങ്കര ഒരു വീട്ടമ്മയുടെ ലുക്കിൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ ആ ഒരു മനസ്സ് കണ്ട് നാട്ടുകാർ ചെയ്തു തന്നു. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നില്ല. ഫുൾ ടൈം നിങ്ങൾക്ക് ചെലവ് തന്നുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്തതല്ലേ? ഈ പറയുന്ന രേണുവിന് നല്ലൊരു ജോലി ഓഫർ ചെയ്തിട്ട് എന്തുകൊണ്ട് അത് പോകുന്നില്ല? അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കെട്ടിപ്പിടിക്കാനും കൂത്തടിക്കാനും ഫേമസ് ആകാനും പറ്റില്ലല്ലോ. 10 പേര് അറിയത്തില്ലല്ലോ. അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ജോലി ചെയ്യണമായിരുന്നു. അത് പറ്റത്തില്ല. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വൃത്തികേടായിട്ട് കണ്ടത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെലവിന് തരുമോ? അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഞാനും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുകയാണ്, പണിയെടുത്ത് ജീവിക്കുകയാണ്. എനിക്ക് ഫേമസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നടുറോട്ടിൽ നാടകം കളിച്ചിട്ട് പേക്കൂത്ത് കാണിച്ചിട്ട് നാട്ടുകാരൻ്റെ തെരുവാൻ കൂട്ടിയിട്ട് ഒന്നും എനിക്ക് ഫേമസ് ആവണ്ട. അപ്പോ മിണ്ടുമ്പോ ഓരോരോ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ചില കള്ളത്തരങ്ങൾ എന്തിനാണ് ഈ പൂത്തി വെക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിൽ അർത്ഥമില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയോ? നിങ്ങൾ അങ്ങനെ ചെയ്തോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, ഞാൻ വലിയ ആളായി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കണ്ണിക്കടിയാണെന്ന്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ഒന്നും ചെയ്തില്ലല്ലേ? നീ ഇപ്പൊ നിൽക്കുന്ന വീട് എങ്ങനെ ഉണ്ടായതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തപ്പോ ഈ നാട്ടുകാർ മാത്രമാണ് ഉണ്ടായതും സഹായിച്ചതും എല്ലാം. നിനക്ക് പിന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടും ഡ്രസ്സ് ഇപ്പൊ കയറി മുട്ടിന്റെ മേലെയായി ഈ ഡ്രസ്സ്. സത്യം പറയാലോ, ഇതിനൊക്കെ പേരുദോഷം കേൾക്കുന്നത് ആർക്കെന്നറിയോ? ഈ മരിച്ചുപോയ കൊല്ലം എന്ന് പറയുന്ന സുധിച്ചേട്ടനാണ്. അത് മനസ്സിലാക്കണം ആദ്യം. ഒരു സഹായം നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് നീ പറയരുത്. മനസ്സിലായോ? ചില കാര്യങ്ങളൊക്കെ പൂത്തി വെക്കുക. പറയണം, ഇന്റർവ്യൂവിൽ നേരിട്ട് വന്നിട്ട് പറയണം, എൻ്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണ്,
എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയണം. എന്തേ പറയാൻ പറ്റുന്നില്ല, അനക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് മിസ്സാവോ എന്ന് പറഞ്ഞ് പേടിച്ച് പണ്ടാറടങ്ങിയിട്ടാണോ പറയുന്നത്? അപ്പൊ അതുപോലെ ഈ പ്രതീഷിനോട് പറയാണ്, പ്രതീഷേ ഓവറായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് എനിക്കിട്ട്. ഈ ഇടയ്ക്ക് നീ എന്താ പറഞ്ഞത്? അപ്പോ ദയാച്ചു പൊട്ടിത്തെറിക്കുന്നതാണ് ഇത് കണ്ടത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ദയാച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രേണു സുധി പല സ്ഥലങ്ങളിലും വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് നാട്ടുകാരാണോ ചെലവിന് തരുന്നത്, അല്ലെ നാട്ടുകാർ എന്താണ് ചെയ്യുന്നത്, നാട്ടുകാരൊന്നും തരുന്നില്ല, നാട്ടുകാർ തന്നെയല്ലേ വീട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറയും വീട് നാട്ടുകാരല്ല ഒരു കമ്പനിയാണ് തരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു കാര്യം പറയുക, അതായത് നാട്ടുകാർ പലരും എന്ന് പറഞ്ഞാൽ പല സഹായങ്ങളും ചെയ്ത് പല ചർച്ചകളും ചെയ്തത് കൊണ്ടിട്ടാണ് രേണുവിന് വീട് കിട്ടിയിരിക്കുന്നത്. രേണുവിനെക്കാളും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് മിമിക്രി താരങ്ങളുണ്ട്, മരിച്ചുപോയവരുണ്ട്. അവർക്കൊന്നും വീടോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അവരെയൊന്നും ആരും ശ്രദ്ധിക്കാൻ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ ഒരു സന്ദർഭത്തിൽ രേണുവിന് ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇനി എനിക്ക് സുധിച്ചേട്ടന്റെ പേര് വേണ്ട, സുധിച്ചേട്ടന്റെ ഇതിൽ ഇനി എനിക്ക് അറിയപ്പെടണ്ട എന്ന്. എത്ര മ്ലേച്ഛമായ കാര്യം തന്നെയാണ്. അത് മാത്രവുമല്ല, ഒരു കാര്യം ആലോചിക്കുക, അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ ദിവസം ഇങ്ങനെ കളിച്ചത് വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരിക്കലും അതുപോലെ ഒന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഏതായാലും ഈ രേണു ഇപ്പോഴും കാര്യങ്ങളൊന്നും തുറന്നു പറയത്തില്ല, കാരണം ബിഗ് ബോസ് ആണ് ലക്ഷ്യമെന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ദയാച്ചു ഇതുപോലുള്ള പ്രതികരണം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുമായിട്ട് വരും. നന്ദി, നമസ്കാരം.